എല്ലാവർക്കും നമസ്തേ. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ എല്ലാ പത്രങ്ങളിലും ചെറിയ വാർത്ത വന്നു കാണും. ഒരു വാർത്തയുണ്ടായിരുന്നു. ആ വാർത്ത എന്താണെന്ന് പറഞ്ഞത് ഞാൻ വായിക്കാം. മതസ്പർദ്ധ വളർത്തുന്ന സോഷ്യൽ മീഡിയ കമൻ്റ് എന്ന പരാതി പ്രതിപിടിയിൽ. അതാണ് തലക്കെട്ട്. മുട്ടം സമൂഹമാധ്യമത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന കമൻ്റ് പങ്കുവച്ചയാളെ അറസ്റ്റ് ചെയ്തു. മലപ്പുറം സ്വദേശി മുഹമ്മദ് സനൂഫ് ആണ് പിടിയിലായത്. യുവമോർച്ച നേതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. സൗദിയിൽ നിന്ന് എത്തിയ മുഹമ്മദ് സനൂപ്പിനെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നാണ് എയർപോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒരു കൊല്ലം മുന്നെയാണ് കേസിനാസ്പദമായ സംഭവം. ഫേസ്ബുക്കിലെ ഒരു വീഡിയോയ്ക്ക് കമൻ്റായാണ് പരാമർശം നടത്തിയത്. മുട്ടം പോലീസാണ് കേസെടുത്തത്. പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇതാണ് വാർത്ത. അപ്പം ഈ പരാതിക്ക് അടിസ്ഥാനമായ കാരണം എന്താണെന്നുള്ളതും ആ കമൻറ്റും എന്താണെന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ആദ്യ കാരണം പറയാം. നമ്മൾക്കറിയാം, ഒരു വർഷം മുമ്പ് പഹൽഗാമിൽ തീവ്രവാദികൾ 25 പേരെ വെടിവെച്ച് കൊന്നു. അതിനകത്തിൽ നമ്മുടെ മലയാളിയായ ഒരു രാമചന്ദ്രൻ എന്ന് പറയുന്ന ആളും കൊല്ലപ്പെട്ടതിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളുടെ മുന്നിൽ വെച്ചാണ് അദ്ദേഹത്തെ ക്രൂരമായി വെടിവെച്ച് കൊന്നത്. മതം നോക്കി മുസ്ലിം അല്ല എന്ന് തീർച്ചപ്പെടുത്തിയതിന് ശേഷം, ഉറപ്പാക്കിയതിന് ശേഷം ആണ് വെടിവെച്ച് കൊന്നത്. ഹിന്ദു ആയതുകൊണ്ട് വെടിവെച്ച് കൊന്നു. അപ്പോൾ ആ മകൾ ആ അച്ഛൻ്റെ ആ മൃതദേഹത്തിനായിരുന്നു കൊല്ലപ്പെട്ട് കിടക്കുന്ന അച്ഛൻ്റെ അടുത്തിരുന്ന് കരഞ്ഞ ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന് സനൂപ് എന്ന് പറയുന്ന ഈ ഒരു ജിഹാദി തീവ്രവാദി ഇട്ട ഒരു പോസ്റ്റ് ആണ് ഈ കേസ്. പോസ്റ്റല്ല, കമൻ്റാണ്, അഭിപ്രായമാണ് കേസിന് ആധാരമായത്. യുവമോർച്ചയുടെ നേതാവ് അദീന ഭാരതിയാണ് പരാതി കൊടുത്തത്. അവനിട്ട കമൻ്റ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഇങ്ങനെയാണോ എൻ്റെ സഹോദരങ്ങൾ ഈ കാഫിറിനെ കൊന്നുകളഞ്ഞത്? നന്നായി. ഇന്നല്ലെങ്കിൽ നാളെ കശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും. ഇന്ത്യയിൽ നിന്നും കശ്മീരിനെ വേർപെടുത്തും. മറ്റു ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ചു തുപ്പും. കശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയും. എൻ്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിംസിനെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കും. കാലങ്ങളോളമായി കാത്തിരിക്കുകയായിരുന്നു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി. ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നെന്നിരിക്കും. സ്ലീപ്പർ സെൽസിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയൂ. ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല. നാരെ തക്ബീർ എന്ന ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒരു ദിവസം നിൻ്റെയെല്ലാം അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കും. ഇതായിരുന്നു ആ കമൻറ്റ്. ഇതും മാതൃഭൂമിക്ക് ഇതും മതസ്പർദ്ധ വളർത്തുന്ന കമൻറ്റ് മാത്രമാണ്. സത്യത്തിൽ ഇത് മതസ്പർദ്ധ മാത്രമാണോ വളർത്തുന്നത്? അല്ല. ദേശവിരുദ്ധ പ്രവർത്തനമാണ്, ദേശദ്രോഹമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. മാതൃഭൂമി ഇതിനെ നിസാരവൽക്കരിച്ച് മതസ്പർദ്ധ എന്നാക്കി മാറ്റി. അതൊരു കാര്യം. ഈ മാതൃഭൂമിയെക്കുറിച്ച് നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി 103 വർഷം മുമ്പ് 1923 നമ്മുടെ KP കേശവമേനോൻ്റെ നേതൃത്വത്തിൽ തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനമാണ് മാതൃഭൂമി എന്ന് പറയുന്നത്, ഒരു ദേശീയ പ്രസ്ഥാനം. ആ പത്രം കാലങ്ങളോളം ആ രീതിയിൽ നിലനിന്നിരുന്നു. അതിനുശേഷം ഈ പത്രത്തിൻ്റെ സാരഥ്യം എം പി വീരേന്ദ്രകുമാർ എന്ന വിദ്വാൻ്റെ കയ്യിലെത്തിയതോടുകൂടിയാണ് ഈ പത്ര സ്ഥാപനം ദേശീയതയിൽ നിന്ന് മെല്ലെ അകന്നു പോകാൻ തുടങ്ങിയത്. അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം അതോടൊപ്പം തന്നെ എന്നും ഇന്ത്യക്ക് എതിരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന CPM-നോടൊപ്പം ചേർന്നു. CPM ഇന്ത്യയെ ഒരു രാജ്യമായി അംഗീകരിക്കാൻ തയ്യാറാകാത്തവരാണ്. അവർ പറയുന്നത് ഇന്ത്യ വിവിധ സംസ്കാരങ്ങളുടെ വിവിധ ദേശീയതയാണെന്നാണ് കമ്മ്യൂണിസം പറയുന്നത്. അങ്ങനെയുള്ള ആ ഒരു പ്രസ്ഥാനത്തിനോടൊപ്പം ചേർന്നപ്പോൾ
എം പി വീരേന്ദ്രകുമാറും ആ രീതിയിൽ തന്നെ മാറി. അദ്ദേഹം പിന്നീട് ഇതേ രീതിയിലുള്ള പത്രസ്ഥാപനത്തിനെ അദ്ദേഹത്തിൻ്റെ വഴിക്ക് കൊണ്ടുവരാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ഇതിൻ്റെ സാരഥ്യം ഏറ്റെടുത്തപ്പോൾ തീർത്തും ദേശവിരുദ്ധത എന്ന് തന്നെ പറയാം. ഇത് ദേശവിരുദ്ധതയല്ലേ അവരിന്ന് കൊടുത്ത വാർത്ത. അവർക്ക് തീർച്ചയായിട്ടും ഈ വാർത്ത ചെയ്യാവുന്നത് ഏത് രീതിയിലായിരുന്നു. ഞാനും ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു. 10-18 വർഷം ഒരു പത്രത്തിൻ്റെ, ഒരു ദേശീയതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പത്രത്തിൻ്റെ റിപ്പോർട്ടറായിരുന്നു. അതായത് ജന്മഭൂമിയുടെ ലേഖകനായിരുന്നു. അതുകൊണ്ടൊരു വാർത്ത, ഇതേപോലുള്ള ഒരു വാർത്ത അവർ ചെയ്യേണ്ട, ഇതാണെങ്കിൽ അകത്തെ ഒരു പേജിൽ ചെറിയൊരു കോളത്തിൽ ഒരു ചെറിയ വാർത്തയായിട്ടാണ്, അവർ അപ്രസക്തമായിട്ടുള്ള ഒരു വാർത്തയായിട്ടാണ് മാതൃഭൂമി ഇത് ഇന്ന് വാർത്ത കൊടുത്തത്. അവർക്ക് ചെയ്യാവുന്ന കാര്യം ഇതായിരുന്നു. ദേശീയതയ്ക്ക് രാജ്യദ്രോഹ കമൻ്റ് ഇട്ട, മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലും രാജ്യദ്രോഹ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ച ആളിനെ പരസ്യമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെ ഈ 2 കാര്യങ്ങൾ ഇത് ചെയ്ത ആളിനെ അറസ്റ്റ് ചെയ്തു എന്ന് കൊടുക്കേണ്ടതിന് പകരം ഇത് നിസ്സാരവൽക്കരിച്ച് രാജ്യദ്രോഹം, രാഷ്ട്രവിരുദ്ധത അങ്ങ് മാറ്റി വെച്ചുകൊണ്ട് കേവലം മതസ്പർദ്ധയായിട്ട് അങ്ങ് മാറ്റി മാതൃഭൂമി. ഇതാണോ ഒരു പത്രധർമ്മം? ഇതെന്ത് മാധ്യമധർമ്മമാണ്? ഇത്ര ഒരു പ്രധാന വാർത്തയായിട്ട് മുൻപേജിൽ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ പുറകിലത്തെ പേജ്, അവസാന പേജിലെങ്കിലും കൊടുക്കാമായിരുന്നു. അത് കൊടുക്കാതെ 4-ാം പേജിൽ ഒരു ചെറിയ ഒരു കോളത്തിൽ ഒരു ചെറിയ വാർത്തയായിട്ട് അവരതങ്ങ് ചുരുക്കി. അവർ കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ ഇതേപോലുള്ള രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ. ഈ CPM-ആയിട്ട് ചേർന്നതിന് ശേഷമുള്ള അവരുടെ ആ മാറ്റം നമ്മൾക്ക് മനസ്സിലാക്കാം. നമ്മൾ ഒരു പഴഞ്ചൊല്ല് പറയുമല്ലോ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം അതിൻ സൗരഭ്യം എന്ന് പറയുന്നത് പോലെ കട്ടിംഗ് സൗത്തിന് വേണ്ടി നടക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അവരോടൊപ്പം ചേർന്നാൽ അവരുടെ കുറച്ചെങ്കിലും അവരുടെ ആ ഗുണങ്ങൾ, അത് നല്ല ഗുണമായാലും ചീത്ത ഗുണമായാലും, കുറച്ച് ഈ MP വീരേന്ദ്രകുമാറിനും ശ്രേയാംസ് കുമാറിനും ഒക്കെ ഉണ്ടാകും എന്നുള്ളത് നമ്മൾക്ക് അറിയുന്ന കാര്യമാണ്. എങ്കിൽ കൂടിയും ഈ പത്രം എന്തിനു വേണ്ടിയാണോ തുടങ്ങി വെച്ചത് അതിൻ്റെ ആ ആദർശം പുലർത്താനെങ്കിലും ഈ മാനേജ്മെൻറ്റ് തയ്യാറാകണമായിരുന്നു. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിലൊരു ചാനലുണ്ട്. ആദ്യത്തെ ന്യൂസ് ചാനലാണ് ഏഷ്യാനെറ്റ്. ആദ്യത്തെ ടെലിവിഷൻ, മലയാളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള ആദ്യത്തെ ചാനൽ. 10-30 വർഷത്തോളമായി അവർ പ്രവർത്തനം തുടങ്ങിയിട്ട്, 25-30 വർഷമായി. അത് അന്ന് തുടങ്ങി വെച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അയാൾ ഈ കേരളത്തിലെ സഹാക്കന്മാരെയാണ് അതിനകത്ത് ഈ ജോലിക്കാരായിട്ട് വെച്ചത്. അവർ ആ രീതിയിൽ ഈ കമ്മ്യൂണിസത്തിനെ വളർത്തുന്ന രീതിയിൽ ഏഷ്യാനെറ്റ് മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് BJPയുടെ നേതാവ്, BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറാണ്. പക്ഷേ ഇപ്പോഴും അവർ എന്താണോ തുടങ്ങി വെച്ചത്, എന്ത് രീതിയിലായിരുന്നു അവർ പ്രവർത്തിച്ചിരുന്നത്, കമ്മ്യൂണിസം, അവർ ആ രീതിയിൽ രാഷ്ട്രീയ ബയാസാണ് അവർ, ഒരു പക്ഷപാതിത്വമാണ് അവരുടെ ഇപ്പോഴും. അന്നുണ്ടായിരുന്ന ആ പക്ഷപാതിത്വം തന്നെ ഇപ്പോഴും അവർ തുടരുന്നു. അതായത് അതിൻ്റെ മുതലാളി മാറിയെങ്കിലും ആ ഏഷ്യാനെറ്റ് എന്താണോ തുടങ്ങി വെച്ചിരുന്നത് അതിൽ നിന്ന് വ്യതിചലിക്കാൻ അവർ തയ്യാറാകാഞ്ഞിട്ടും മുതലാളി അത് മാറ്റിയെടുക്കാൻ ശ്രമിച്ചില്ല. പക്ഷേ മാതൃഭൂമിയോ എന്തിനാണോ തുടങ്ങി വെച്ചാൽ അവരുടെ പ്രവർത്തനം തുടക്കത്തിൽ എന്തായിരുന്നു അതിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയായിരുന്നു ഇപ്പോഴത്തെ മുതലാളിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീരേന്ദ്രകുമാർ തൊട്ടുള്ള മുതലാളിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രേയാംസ് കുമാർ ഇപ്പോഴത്തെ മുതലാളിയും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദേശീയതയ്ക്ക് വേണ്ടി, സ്വാതന്ത്ര്യ സമരത്തിനെ സഹായിക്കാൻ വേണ്ടി, ഇതിൻ്റെ പ്രധാനികളെല്ലാം KP കേശവമോഹൻ മേനോൻ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സഹായകരമായ രീതിയിൽ പ്രവർത്തിച്ചതിനും വാർത്തകൾ കൊടുത്തതിനും അന്നത്തെ ബ്രിട്ടീഷ് സർക്കാർ പിടിച്ച് തടവിലാക്കുകയും ചെയ്തിട്ടുള്ളത്. അത്രമാത്രം മഹത്തായ പാരമ്പര്യമുള്ള മാതൃഭൂമിയാണ് ഇന്ന് ഈ രാജ്യദ്രോഹ നടത്തിയ ഒരു അഭിപ്രായ പ്രകടനം. അത് പറഞ്ഞെന്തോ ഇന്ത്യയെ വിഭജിച്ച്
കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വേറെ മാറ്റിക്കൊണ്ടുപോകും, അത് പാകിസ്ഥാനിലോട്ട് ചേർക്കണമെന്നും പറഞ്ഞാണ് വിഘടനവാദികൾ ചെയ്യുന്നത്. അത് ഞങ്ങളത് നടത്തിയിരിക്കും, ഈ കാഫിറുകളെ, അതായത് അവിശ്വാസികളെ എല്ലാം കൊല്ലാൻ നിങ്ങളുടെ അടുത്ത് എത്തും എന്നൊക്കെ പറഞ്ഞ് പ്രകോപനപരമായ ഇത് ചെയ്തത് ആ മതസ്പർദ്ധ മാത്രമാക്കി അവർ ചുരുക്കി. അതിനകത്തിലെ ആ കമൻറ്റിലെ ദേശവിരുദ്ധത, രാജ്യദ്രോഹം അവർ ബോധപൂർവം മറച്ചു വെച്ചു. സത്യത്തിൽ അത് നമ്മുടെ കേരളത്തിലെ മൊത്തത്തിൽ ഇപ്പോഴത്തെ സർക്കാരും കണക്കാ, മുൻ സർക്കാർ പറയുകയും വേണ്ട. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായത്. ഈ ദേശവിരുദ്ധ മതസ്പർദ്ധ പരത്തുന്ന ഈ കമൻറ്റ് അയാൾ ഇട്ടത്. അന്നത്തെ ഈ നമ്മൾ ഈ അടുത്ത സമയത്ത് കണ്ടു, ഒരു മാസം ആവുന്നു, തിരുവനന്തപുരത്ത് ഒരു കൗൺസിലറിൻ്റെ വീട്ടിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഭാര്യയുടെയും കൊച്ചു കുഞ്ഞിൻ്റെയും മുന്നിൽ വെച്ച് യാതൊരു പ്രകോപനവും ഇല്ലാതെ ആകാശത്തോട്ട് വെടിവെച്ച് അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഇദ്ദേഹത്തെ ഈ സുഗതനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ പോലീസ് ആയിരുന്നു അന്നും ഇന്നും കേരളത്തിലുള്ളത്. ഇങ്ങനെയൊരു രാജ്യദ്രോഹ മതസ്പർദ്ധ വളർത്തുന്ന ഈ രണ്ട് കുറ്റവും ചെയ്തിട്ടുള്ള ഒരു കമൻറ്റ് വന്നിട്ട് പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല. പോലീസ് അത് പോട്ടെ, ആ ഭരിക്കുന്ന സർക്കാരും ഇയാൾക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയില്ല. അതിന് കാരണം നമുക്കറിയാം, ഈ പോലീസിനകത്തിലാണെന്നുണ്ടെങ്കിലും പച്ച വെളിച്ചമെന്നും പറഞ്ഞ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സേനയാണ് നമ്മുടെ കേരള പോലീസ്. CPM ആകട്ടെ ഈ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള തീവ്രവാദികൾ, ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്രവാദികളുമായിട്ട് കൂട്ടുകൂടി പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടനയാണ് CPM. പിണറായി വിജയനും അവരോടൊക്കെ ഇപ്പം സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായ ആളാണ്. അങ്ങനെയുള്ള ആ സർക്കാർ നടപടിയെടുക്കാൻ തയ്യാറാകാതിരുന്നപ്പോൾ യുവമോർച്ചയുടെ ഒരു നേതാവാണ് ഈ പരാതി കൊടുത്തതും ആ പരാതിയുടെ പുറത്തു മാത്രമാണ് കേസെടുക്കാൻ പോലീസ് തയ്യാറായതും. ആ പരാതി ഈ പ്രകാരമാണ് ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, കേരള പോലീസാണ് ഇപ്പോൾ ഇത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്താവും ഈ കേസിൻ്റെ ഇതെന്ന് ഉള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അയാളെ രക്ഷിക്കുന്ന രീതിയിലായിരിക്കും പോലീസ് പ്രവർത്തിക്കുക. ഭരിക്കുന്നതും VD സതീശനാണ് മുഖ്യമന്ത്രി. VD സതീശൻ ജമായത്തിൻ്റെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയൊക്കെ പുറകെ നടക്കും. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഇല്ലെങ്കിൽ അവരുടെ പുതിയ മുഖമായ STPIയുമായിട്ട് ഒക്കെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് ഈ VD സതീശൻ. അപ്പോൾ ഭരണം മാറിയെങ്കിലും ഈ സമീപനം നിലപാടും മാറ്റമൊന്നും ഇല്ലാത്തത് കൊണ്ട് VD സതീശനാണല്ലോ ഭരിക്കുന്നത്, കേരള പോലീസാണല്ലോ അറസ്റ്റ് ചെയ്തും കേസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും. ഇയാളെ നിഷ്പ്രയാസം ഊരിക്കൊണ്ടുവരാനുള്ള രീതിയിലായിരിക്കും പോലീസിൻ്റെ മുന്നോട്ട് ഉള്ള പ്രവർത്തനം എന്ന് നമുക്ക് സംശയിച്ചേ കഴിയുകയുള്ളൂ. VD സതീശനും ആ രീതിയിലായിരിക്കും പോലീസിന് നിർദ്ദേശം നൽകുക എന്നുള്ള കാര്യവും. രമേശ് ചെന്നിത്തല ആഭ്യന്തര മന്ത്രിയാണ്, അദ്ദേഹം ഒട്ടും മോശമല്ല. അദ്ദേഹത്തിനും സ്വന്തം കസേര ഉറപ്പിച്ച് നിർത്തുക എന്നുള്ളതല്ലാതെ ഒരു ദേശീയബോധം ഉണ്ട് എന്ന് നമ്മൾക്ക് ഇപ്പോൾ കരുതാൻ കഴിയില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളാണ് താനെന്ന് അദ്ദേഹം തന്നെ തെളിയിക്കേണ്ടിയിരിക്കുന്നു. ഇത് നമ്മൾ ഇതിനെക്കുറിച്ച് നിരന്തരം നിരീക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം രാജ്യദ്രോഹികൾ ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ശക്തമായി പുറത്തു വന്നിട്ട് അവർ ശക്തമായി നമ്മുടെ രാജ്യത്തിനെതിരായിട്ടും ഈ സമൂഹത്തിന് അവൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് തന്നെ ഉണ്ടല്ലോ, ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വരും, ഞങ്ങളുടെ ജിഹാദുമായിട്ടെന്ന് പറഞ്ഞ് അതിൻ്റെ അർത്ഥം എന്താണ്? ഈ അവിശ്വാസികളെ ഞങ്ങൾ കൊന്നൊടുക്കും. കാശ്മീരിൽ തീവ്രവാദികൾ അവിടുത്തെ ജനങ്ങളെ കൊന്നൊടുക്കിയതുപോലെ പാലസ്തീനി തീവ്രവാദികൾ അവിടെ യഹൂദരെ കൊന്നൊടുക്കിയതുപോലെ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വരും എന്ന് പറയുന്ന ആ ഭീഷണി നമ്മൾ അടുത്ത സമയത്ത് കണ്ടതാണ്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൊന്നൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. കാശ്മീരിൽ എന്താണ് സംഭവിച്ചത്? അത് പാകിസ്ഥാനിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതേപോലെ തന്നെ ഞങ്ങൾ പ്രവർത്തിക്കും എന്നുള്ള ഒരു ഭീഷണി മുഴക്കിയ ഒരു വിദ്വാനെതിരെ ഈ രീതിയിൽ ഒരു വളരെ
ലാഘവത്തോടു കൂടിയുള്ള ആ ഒരു നിലപാട് സ്വീകരിച്ച സർക്കാരും പോലീസുമാണ് നമ്മുടെ കേരളത്തിലുള്ളത് എന്നുള്ളത് കൊണ്ട് ഇത്തരക്കാർ എത്രമാത്രം എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും, എത്രമാത്രം രാജ്യദ്രോഹപരമായിട്ട് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാലും അവരെ ഒക്കെ സംരക്ഷിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുണ്ടാകും എന്നുള്ള കാര്യത്തിൽ നമ്മൾ വളരെയേറെ വിഷമത്തോടും വളരെയേറെ ഭീതിയോടുമാണ് സാധാരണ സമാധാനകാംക്ഷികളായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇതിൻ്റെ വളർച്ചയ്ക്കായി നിങ്ങൾ സഹായിക്കുക. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും അമർത്തി ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ അതും കമൻറ്റ് ചെയ്യുക.